പരീക്ഷകളൊക്കെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരീക്ഷകൾക്കുള്ള ഒരുക്കത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. പരീക്ഷയ്ക്കുള്ള ഒരുക്കം 2 തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തേത് ബുദ്ധിപരമായ ഒരുക്കം, ബൗദ്ധികമായ ഒരുക്കം. രണ്ടാമത്തേത് ആധ്യാത്മികമായ ഒരുക്കം. ഈ ബുദ്ധിപരമായ ഒരുക്കം തന്നെ പല തരത്തിലുണ്ട്. ആധ്യാത്മികമായ ഒരുക്കവും ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ സുഭാഷിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 31-ാമത്തെ തിരുവചനത്തെ ആസ്പദമാക്കിയിട്ടാണ്. യുദ്ധത്തിന് കുതിരയെ ഒരുക്കുന്നത് നമ്മളാണെങ്കിലും വിജയം തരുന്നത് കർത്താവാണ്. യുദ്ധത്തിന് കുതിരയെ ഒരുക്കുക അത് ബുദ്ധിപരമായ ഒരുക്കമാണ്. വിജയം നൽകുന്നത് കർത്താവാണ്. അത് ആധ്യാത്മികമായ ഒരുക്കവും. ബുദ്ധിപരമായ ഒരുക്കത്തിൽ 2 ഭാഗം. ഒന്ന് നമ്മുടെ ശരീരത്തിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുക. ആരോഗ്യമുണ്ടെങ്കിലേ നന്നായി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആരോഗ്യമുള്ള രോഗവിമുക്തമായ ഒരു കാലഘട്ടമായിരിക്കണം ഇത്. ഈ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള കാലവും പരീക്ഷയുടെ കാലവും. രോഗമില്ലാത്ത അവസ്ഥ. രോഗമുണ്ടാകുന്നത് എങ്ങനെയാണ്? രോഗമുണ്ടാകുന്നത് ഓവർ ഈറ്റിംഗ്, ഓവർ മെഡിക്കേഷൻ, സിൻഫുൾ നേച്ചർ, ലാക്ക് ഓഫ് എക്സർസൈസ്, ഇതൊക്കെയാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നല്ല പോഷകാംശമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് കുട്ടികൾ ശ്രമിക്കണം. കുട്ടികളല്ലല്ലോ ശ്രമിക്കേണ്ടത്, അത് മാതാപിതാക്കളുടെ ഭാഗമാണത്. പരീക്ഷയ്ക്ക് വേണ്ട ഒരുക്കം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ ഒരുങ്ങാനുണ്ട്. അത് വേറൊരു ലൈനാണ്. മാതാപിതാക്കളുടെ ഒരുക്കം, മാഷന്മാരുടെ ഒരുക്കം, കുട്ടികളുടെ ഒരുക്കം, അങ്ങനെ നമുക്ക് വിഭജിക്കാം. അപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കുക, അത് മാതാപിതാക്കളുടെ ഒരുക്കത്തിൻ്റെ ഒരു ഭാഗമാണ്. പോഷകപ്രധാനമായ ഭക്ഷണം കൊടുക്കുക. ജങ്ക് ഫുഡ്സ് ഒന്നും കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് കപ്പ, പൊട്ടാറ്റോ, ജിഞ്ചർ, ഇഞ്ചി മുളക്, കപ്പ, ഉരുളക്കിഴങ്ങ്, ഈ സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. അതിലെല്ലാം നമ്മുടെ ബുദ്ധിയെ, ഓർമ്മശക്തിയെ ഒക്കെ മടുപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് അത് വളരെ കുറച്ച് മാത്രം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സമയമായിരിക്കണം ഇത്. അതേസമയം ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളുണ്ട്, അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പാല്, മുട്ട, അതുപോലെ തേൻ, കൊക്കോ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ ബുദ്ധിശക്തിയെ ജ്വലിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നതൊക്കെ മാതാപിതാക്കളുടെ ഇതിൽപ്പെട്ടതാണ്. പിന്നെ വീടുകളിൽ ഈ കാലഘട്ടത്തിൽ വലിയ പരിപാടികളൊന്നും വയ്ക്കാണ്ടിരിക്കുക. നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഒരു പരിപാടി ആസൂത്രണം ചെയ്യാൻ പാടുള്ളൂ. കുട്ടികളുടെ പരീക്ഷാ കാലഘട്ടം വീടുകളിൽ വലിയ തിക്കും തിരക്കും ബഹളവും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഗസ്റ്റുകൾ വരവും പോക്കും ഒക്കെ ആയിട്ട് അവർക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും.
അതുകൊണ്ട് അത്തരം പരിപാടികൾ മാതാപിതാക്കൾ പ്ലാൻ ചെയ്യുന്നത് ഔട്ട്സൈഡ് ദിസ് പീരിയഡ്. ചില മാതാപിതാക്കൾ ഈ സമയത്ത് ടൂർ പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ ചെയ്യും. അതൊന്നും പാടില്ല. അതൊക്കെ കുട്ടികളുടെ ശ്രദ്ധയെ മാറ്റിക്കളയുന്നതാണ്. അതുപോലെ ഈ സമയത്ത് ഫാമിലിയായിട്ട് സിനിമയ്ക്ക് പോക്ക്, അത്തരം വലിയ ക്രൗഡുകളിലൊക്കെ പോയിരിക്കുന്നത് അത് ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കേണ്ടതാണ്. കാരണം സിനിമാ തിയേറ്ററിൽ പലവിധ ആൾക്കാർ വരും, രോഗികളുണ്ടാവും, പലവിധ രോഗികളുണ്ടാവും. അതൊക്കെ അവരൊക്കെ രോഗങ്ങൾ പരത്തുന്നവരാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, സിനിമാ തിയേറ്ററിൻ്റെ ഒരു ഡെഫിനിഷൻ: പ്ലേസ് വെയർ കോമൺ പീപ്പിൾ എക്സ്ചേഞ്ച് ദെയർ ഡിസീസസ്. സാധാരണക്കാർ രോഗങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്ന സ്ഥലമാണ് സിനിമാ തിയേറ്റർ എന്ന് ഞാൻ പറയാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ്, ശരിയായൊരു ഭാഗവും കൂടിയാണ്. സിനിമ കാണുന്ന സ്ഥലമല്ലേ, പിന്നെ മാഷ് എന്താ ഇങ്ങനെ പറയണേ? അത് ശരി, പക്ഷേ അവിടെ നടക്കുന്നത് എന്താണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? പല വിധത്തിലുള്ള രോഗികൾ അവിടെ വരും. അങ്ങനെ സിവിക് സെൻസ് ഉള്ളവരൊന്നും ആവണമെന്നില്ല. അല്ലാത്തവർ കുറേ ആൾക്കാരുണ്ടാവാം. അല്ലാത്തവർ അവർ ഉച്ഛ്വസിക്കുന്ന വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത്. നിങ്ങൾ എയർ കണ്ടീഷണർ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. എയർ കണ്ടീഷണറൊക്കെ ആ റൂമിലെ എയർ വലിച്ചെടുത്ത് തണുപ്പിച്ച് റൂമിലേക്ക് തന്നെ കൊടുക്കുന്ന സംവിധാനങ്ങളാണ്. അതാണ് എയർ കണ്ടീഷണർ. റൂമിലെ വായു തണുപ്പിച്ച് വീണ്ടും റൂമിലേക്ക് തന്നെ തരുന്നു. അപ്പം അതുകൊണ്ട് അവിടെ ഒരു പ്യൂരിഫിക്കേഷനൊന്നും നടക്കുന്നില്ല. ഈ സ്പ്ലിറ്റ് എ സി മുഴുവൻ അങ്ങനെയാണ് ചെയ്യുന്നത്. വിൻഡോ എ സി അത് വ്യത്യസ്തമാണ്. അത് പുറമേ നിന്ന് എയർ വലിച്ചെടുത്ത് തണുപ്പിച്ച് അകത്തേക്ക് വിടുന്നതാണ്. മറ്റേതങ്ങനെയല്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ രോഗാണുക്കൾ നിർബാധം വ്യാപിക്കും. അതുകൊണ്ട് സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോകണം എന്ന് വാശി പിടിക്കരുത്. ഇപ്പോൾ വലിയ വലിയ വീടുകളിലൊക്കെ ഹോം തിയേറ്ററുണ്ട്. ഹോം തിയേറ്റർ ഇല്ലാത്ത വീടുകളിൽ അവർക്ക് സിനിമ കാണാനായിട്ട് ഒരു CD വാങ്ങിച്ചിടാം. അല്ലെങ്കിൽ എന്തെല്ലാം ഇലക്ട്രോണിക് ഡിവൈസസ് ഇപ്പോൾ ഉണ്ട്, കാസറ്റ് വാങ്ങിച്ചിടാം. അവിടെയൊക്കെ ഒരുപാട് സമയലാഭമുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ വരേണ്ട സമയം കഴിഞ്ഞു. ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ അതിൻ്റേതായ ഇഫക്റ്റ് ഉണ്ട്, സംശയമൊന്നുമില്ല. അതിന് തുല്യമായിട്ട് ഒന്ന് നമുക്ക് ഹോം തിയേറ്ററിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അത്തരം സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ ചെയ്യാമല്ലോ. 2, 3, 4 വീട്ടുകാർക്ക്, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ 10, 40 വീടുകളുണ്ടാവും. അവിടെ ഒരു ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കാണാമല്ലോ. അപ്പോൾ പുറമേ നിന്ന് ആരും ഒന്നും വരില്ല, ഒരേ സ്റ്റാൻഡേർഡുള്ള ആൾക്കാരായിരിക്കും. ഇതൊക്കെ നോക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ TV കാണുന്നു, അതുകൊണ്ട് തൃപ്തിപ്പെടുക. സമയം എത്ര ലാഭിക്കാം? ക്യൂവിൽ നിന്ന്, ഇപ്പോൾ ക്യൂ നിൽക്കണ്ടെന്ന് പറയും, ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നൊക്കെ പറയും. എന്നാലും പോക്കും വരവും എല്ലാമായിട്ട് ഏറെ സമയം എന്തിനു വേണ്ടിയാണ്? ഈ ഒരു ഇഫക്റ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. സിനിമ കാണുമ്പോൾ ഒരു കഥ നിങ്ങൾ അറിയുന്നു, അവരുടെ അഭിനയത്തെക്കുറിച്ച്, അതൊക്കെ നമുക്ക് സന്തോഷം തരുന്നതല്ലേ? അത് മതിയാവില്ലേ? പരീക്ഷാ കാലഘട്ടത്തിലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സംയമനം പാലിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ മാതാപിതാക്കൾ കൂടി ഒരുക്കി കൊടുക്കേണ്ടതാണ്. അതുപോലെ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർ കുട്ടികൾക്ക് പഠിക്കാനായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ സ്റ്റഡി ലീവായിരിക്കും മിക്കവാറും ഫെബ്രുവരി മാസം. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനൊരു ടൈം ടേബിൾ, ഇന്ന സമയത്ത് എഴുന്നേൽക്കുക,
ഇന്ന സമയത്ത് ഇന്നത് ചെയ്യുക, ഇന്നത് ചെയ്യുക, ഇന്ന സമയത്ത് ഉറങ്ങുക, അങ്ങനെയൊക്കെ ഒരു കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. മാതാപിതാക്കളും ആ ടൈം ടേബിൾ ഫോളോ ചെയ്യണം. കുട്ടി ഉറങ്ങുന്ന സമയത്ത് മാതാപിതാക്കൾ ഉറങ്ങണമെന്ന് തന്നെ ഞാൻ പറയാം. അവരാ നേരത്ത് ടി വി വെച്ചിരിക്കുകയോ ഒക്കെ പാടില്ല. കുട്ടി പഠിക്കുന്ന സമയത്ത് മാതാപിതാക്കളും കൂടെ ഇരുന്ന് പഠിക്കണം. അപ്പോൾ കുട്ടിക്ക് ഭയപ്പെടാതെ രാത്രിയിൽ പലപ്പോഴും കുട്ടികൾക്കൊക്കെ ഭയം ഉണ്ടാവും. എന്തെങ്കിലും ഒരു സ്വരം കേട്ടു, ജനലിന്മേ തട്ട് കേട്ടു, അങ്ങനെയൊക്കെ ഭയം ഉണ്ടാവും. അതിനൊക്കെ ഒരു പ്രതിവിധിയാണ് മാതാപിതാക്കൾ കൂടെ ഇരിക്കുന്നത്. അവരുടെ ഭാഗമാണ്, അതിനൊക്കെ ഒരുക്കമാണത്. പരീക്ഷയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന ഒരുക്കമാണ്. ആ ടൈം ടേബിൾ അവൻ പാലിക്കുന്നില്ലേ എന്നൊക്കെ നോക്കുന്നു. അതുപോലെ തന്നെയാണ് മാഷന്മാർക്കും കുറേ ഒരുക്കങ്ങൾ കൊടുക്കാനുണ്ട്. മാഷന്മാർ പേപ്പറുകൾ അഡ്വാൻസായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം, മോഡൽ പേപ്പറുകൾ. അത് പരീക്ഷാ ഹാളിൽ, സ്കൂളിൽ വിളിച്ചു വരുത്തി പരീക്ഷാ ഹാളിൽ ഇരുത്തി എഴുതിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനൊരുപാട് സമയമൊക്കെ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് കുട്ടികൾക്ക് വിട്ടുകൊടുക്കുക. മാതാപിതാക്കളെ കൂട്ടിയെടുക്കണം. വിദ്യാഭ്യാസത്തിലെ 5-6 ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മാതാപിതാക്കൾ. കണ്ടിന്യൂവസ് ആയിട്ട് കുട്ടിയുടെ മേലൊരു ശ്രദ്ധയുണ്ടാവണം. അപ്പോൾ അധ്യാപകന് പരീക്ഷ ഹാളിൽ വെച്ച് നടത്തുന്നതിന് പകരം അത് മാതാപിതാക്കളെ ഏൽപ്പിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് കൊടുത്തു, ഓരോ ഡേറ്റ് ഇട്ടു, അവർക്ക് റിവിഷന് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുത്തു. ആ റിവിഷൻ ടൈം ടേബിളുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സിസ്റ്റം ഉണ്ടാക്കി. അത് ഓരോന്നിലും ഓരോന്നും ഓരോ കവറിലിട്ടു, ഡേറ്റ് എഴുതി മാതാപിതാക്കളുടെ കയ്യിൽ കൊടുത്തു. അവർ കറക്റ്റ് ടൈമിൽ പരീക്ഷ നടത്തുക. ഇതൊക്കെ ഒരു സ്കൂളുകാർ വിചാരിച്ചാൽ നടക്കുന്നതേ ഉള്ളൂ. അവർക്ക് ഈ വിഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. രാത്രിയിൽ മതി. ഏറ്റവും നല്ലത് രാത്രിയിൽ പരീക്ഷ എഴുതുന്നതല്ല. കുട്ടികൾ ശരിക്കുള്ള പരീക്ഷ എപ്പോഴാണോ എഴുതുന്നത് ആ നേരത്തെ തന്നെ പരീക്ഷ എഴുതിക്കുക. ഇപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ പരീക്ഷയുടെ സമയം എപ്പോഴാണെന്ന് നോക്കുക. കാലത്താണോ എങ്കിൽ കാലത്തെ സമയത്ത് വയ്ക്കണം. ഉച്ചതിരിഞ്ഞാണോ എങ്കിൽ ഉച്ചതിരിഞ്ഞ് വയ്ക്കണം. അത് പരീക്ഷയുടെ സമയത്ത് കുട്ടി ഏറ്റവും ഉണർവോട് കൂടിയിരിക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യം നമ്മളൊരു 10 ദിവസം 20 ദിവസം ചെയ്ത് പഠിച്ചാൽ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ബോഡി ആ കാര്യത്തിന് വേണ്ടി തയ്യാറാവും. അപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഊണ് കഴിക്കുന്ന ശീലമുള്ളത് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 1 മണിയാകുമ്പോഴാണ് വിശക്കുക. 2 മണിക്ക് ഊണ് കഴിക്കുന്ന ശീലമുള്ള ഒരാൾക്ക് 2 മണിയാകുമ്പോഴാണ് വിശക്കുക. അത് ബോഡി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. 12 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് 12 മണിയാകുമ്പോൾ വിശന്ന് തുടങ്ങും. ആ ബോഡി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബോഡിയെ കൂടി നമ്മൾ ഉൾപ്പെടുത്താണ് പരീക്ഷയ്ക്ക് വേണ്ടി. ബുദ്ധിപരമായ ഒരുക്കം അത് പഠിക്കുന്നതാണ്. അതിനോട് ചേർന്നുള്ള ഒരുക്കമാണ്. നമ്മുടെ ശരീരത്തെ ഒരുക്കുന്നു. ഇതുപോലെ എല്ലാ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. മാതാപിതാക്കൾ കൂടി ചേർന്നാണ്. വിദ്യാഭ്യാസത്തിൽ 1 വിദ്യാർത്ഥി, 2 അധ്യാപകൻ, 3 മാതാപിതാക്കൾ, 4 മാനേജ്മെൻറ്റ്, 5 ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ പോകുന്നു. ഇതിൽ ഈ 3 കൂട്ടരും പരീക്ഷയുടെ നേരത്ത് വളരെ പ്രധാനപ്പെട്ട പാർട്ട് പങ്കുവഹിക്കുന്നവരാണ്. ആരൊക്കെയാ? വിദ്യാർത്ഥി, മാതാപിതാക്കൾ, അധ്യാപകൻ. അധ്യാപകർ ഈ സ്റ്റഡി ലീവിൻ്റെ കാലഘട്ടത്തിൽ ഡയറക്റ്റായിട്ടുള്ള പങ്കില്ല. കാരണം ആ കുട്ടി സ്കൂളിൽ ചെല്ലുന്നില്ലല്ലോ. എന്നാൽ മാതാപിതാക്കൾക്കുണ്ട്. അധ്യാപകന് അവരെ സഹായിക്കാൻ കഴിയും ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ. അതൊക്കെ കളക്ട് ചെയ്ത് വാല്യൂ ചെയ്ത് കൊടുക്കണം. മിസ്റ്റേക്സ് ഇതൊന്നും ചെയ്യുന്നില്ല. ഹ്യൂജായിട്ടുള്ള സാലറി വാങ്ങുന്ന അധ്യാപകരാണ്. ഞാൻ 1960 ഒരു അധ്യാപകനായി തുടങ്ങുമ്പോൾ എൻ്റെ സാലറി 85 രൂപയാണ്. അതിൽ നിന്ന് 20 പൈസ
സ്റ്റാമ്പിന് പോയിട്ട് ബാക്കിയുള്ളതാണ് എനിക്ക് കിട്ടുന്നത്. അത്രയും ചെറിയ സാലറിയിലാണ് ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നത്. അന്നത്തെ അധ്യാപകർക്കുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ന് ഉന്നതമായ സാലറി വാങ്ങുന്നവർക്കൊന്നുമില്ല. ഞാൻ ഇത് പറയുമ്പോൾ ആരും എന്നോട് വിഷമം വിചാരിക്കേണ്ട, സത്യം വിളിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്റ്റാൻഡേർഡെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അധ്യാപകനാണ്. അവർ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ പഠനം നിലവാരം ഒരുപാട് ഉയരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്തത് വാങ്ങി കറക്ഷനൊക്കെ നടത്തി, വേണമെങ്കിൽ ഓരോ പരീക്ഷയ്ക്കും അല്ലെങ്കിൽ എല്ലാ പരീക്ഷകൾക്കും കൂടി ഒരു ഡിസ്കഷൻ ക്ലാസ് വെച്ചാൽ ആ തെറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ അതാത് കുട്ടികൾക്ക് ആ കറക്ഷൻ കൊടുക്കുക. ഇപ്പോൾ പേപ്പർ വാല്യുവേഷൻ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഒരു വെട്ടി ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയില്ല. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ അധ്യാപകർ ചെയ്തു തന്നിരുന്നത് ഞാൻ ഓർക്കുന്നു. ഞാനും കുറേ കാലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏതാണ് തെറ്റെന്ന് വെച്ചാൽ വെട്ടിട്ടു കറക്റ്റായിട്ടുള്ള ഉപയോഗം അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. സ്പെല്ലിംഗ് കറക്ഷനാണെങ്കിൽ, പ്രയോഗത്തിൻ്റെ കറക്ഷനാണെങ്കിൽ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോയാൽ നമ്മുടെ കുട്ടികൾ അത്ഭുതങ്ങളുണ്ടാക്കും. കാരണം അന്നുണ്ടായിരുന്ന ഭൗതിക സാഹചര്യമല്ല ഇന്ന് കുട്ടികൾക്കുള്ളത്. അത്ഭുതകരമായ ഭൗതിക സാഹചര്യങ്ങളാണ്. അത് ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മുടെ അധ്യാപകർക്ക് കഴിയണം. അപ്പോൾ ഈ ഒരുക്കങ്ങളിൽ പെട്ടത് ഇതൊക്കെയാണ്, ഭൗതികമായ ഒരുക്കങ്ങൾ. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. റിവിഷന് വേണ്ടി ഈ മാസം ഉപയോഗപ്പെടുത്തുക. ആകെ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക. 30 ദിവസമാണെന്ന് വിചാരിക്കാം. ആദ്യത്തെ റിവിഷന് 15 ദിവസം എടുക്കുക. പിന്നത്തെ റിവിഷന് ഒരു 10 ദിവസം എടുക്കുക. പിന്നത്തെ റിവിഷന് ഒരു 5 ദിവസം എടുക്കുക. അങ്ങനെ 3 റിവിഷനെങ്കിലും നടത്തണം. 3 റിവിഷനെങ്കിലും നടത്തണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു വലിയ കാര്യം ഇതാണ്. ഒരു ദിവസം ഒരു വിഷയം മാത്രമല്ല, എല്ലാ വിഷയങ്ങളും പഠിക്കണം. എത്ര മണിക്കൂർ പഠിക്കാൻ കഴിയും? ഞാൻ ഇന്നലെ കുന്നംകുളത്ത് ഗവൺമെൻറ് സ്കൂളുകൾ 2 ഉള്ളതിലെ കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു. കുട്ടികളോടും മാതാപിതാക്കളോടും ഞാൻ അവരെ കൊണ്ടൊന്ന് കണക്ക് കൂട്ടിച്ചു. 24 മണിക്കൂറിൽ 6 മണിക്കൂർ ഉറങ്ങുന്നു. പിന്നെ 18 ഉണ്ട്. 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അവിടെ 10ാം ക്ലാസ് കുട്ടികളാണ് എല്ലാവരുമായിരുന്നത്. ഒരു 6 മണിക്കൂർ ഉറങ്ങിയാൽ ധാരാളം മതിയോ. ഇനി വീക്കാണ് എങ്കിൽ 7 മണിക്കൂർ. അപ്പോൾ 6 മണിക്കൂർ ഉറങ്ങുന്ന ആൾക്ക് 18 മണിക്കൂർ ബാക്കിയുണ്ട്. ഒരു 4 മണിക്കൂർ ഭക്ഷണം, കളി, കുളി, പ്രാർത്ഥന, ബാക്കി അമ്യൂസ്മെൻറ്റ്സ് അതൊന്നും കുറയ്ക്കണ്ട. മിതത്വം പാലിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. അതിലൊക്കെ ഒരു മിതത്വം ഉണ്ടാവുക. അതിനൊക്കെ കൂടി ഒരു 4 മണിക്കൂർ ലാവിഷ മിച്ച ബഡ്ജറ്റാണ്. ടി വി കാണാനും ഫോൺ ചെയ്യാനും എല്ലാത്തിനും സമയം 4 മണിക്കൂർ കൊണ്ട് മതിയാവും. പിന്നെ 14 മണിക്കൂറുണ്ട്. ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, 14-ൽ അതിൻ്റെ പകുതി 7 മണിക്കൂർ ദിവസവും പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കൈവക്കുക. മാതാപിതാക്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും കൈവക്കാം. എൻ്റെ കുട്ടി 7 മണിക്കൂർ ദിവസവും പഠിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൈവക്കാം. ഒരു കുഞ്ഞ് പോലും കൈവക്കില്ല. ഞാൻ താഴോട്ട് വന്നു. 5 മണിക്കൂർ ഒരു ദിവസം പഠിക്കുന്നുണ്ടെങ്കിൽ കൈവക്കുക. ഒരാളും ഉണ്ടായില്ല. ഇതാണ് നമ്മളുടെ കുട്ടികളുടെ വലിയ കുറവുകളിലൊന്ന്. ഇൻപുട്ടില്ല. ഇൻപുട്ട് കൊടുക്കാതെ
ഔട്ട്പുട്ട് കിട്ടില്ല എന്നറിയാമല്ലോ. ദൈവം പോലും ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടില്ല. ഔട്ട്പുട്ട് മാത്രം കിട്ടുന്ന, ഇൻപുട്ട് ഒരു ബട്ടൺ അമർത്തിയാൽ കിട്ടുന്ന, അതിൽ ഇൻപുട്ട് വയ്ക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ATM കൗണ്ടറിൽ പോയിട്ട് ഒരു ബട്ടൺ അമർത്തിയാൽ നോട്ട് കിട്ടുന്നുണ്ടല്ലോ. അത് നിങ്ങൾ ഇൻപുട്ട് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ATMൽ ഇൻപുട്ട് കൊടുത്തത് നിങ്ങളുടെ ബാങ്ക് അധികാരികൾ. അവർ അങ്ങനെ ഇൻപുട്ട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് കൊടുക്കാതെ കണ്ട് ഔട്ട്പുട്ട് കിട്ടില്ല. നിങ്ങൾ എത്ര ഇൻപുട്ടാണോ കൊടുത്തത് അത്രയുമാണ് ഔട്ട്പുട്ട് കിട്ടുക. ഞാൻ മോഡേൺ ടേംസിൽ പറയാണ്, ബാങ്ക് ATM തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നിങ്ങൾ ഇൻപുട്ട് കൊടുത്താലും ബാങ്കുകാർ ചെയ്തില്ലെങ്കിലോ നിങ്ങൾക്ക് കിട്ടുകയില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പരിശ്രമം വേണം. അതോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കളും അതിൽ പങ്കാളികളാകണം. നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ നോക്കണം, കൂടെ ഇരിക്കണം. 5 മണിക്കൂർ പോലും ദിവസവും പഠിക്കാതെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന കുട്ടികളെ ഞാൻ 220 പേരെ കണ്ടു. 110ഓളം കുട്ടികളാണ് ഓരോ സ്കൂളിലുള്ളത്. ഗേൾസിൽ 110, മറ്റേ ഇവർ എങ്ങനെ, അതുകൊണ്ടാണ് മാർക്കൊക്കെ കൂട്ടിയിട്ട് കൊടുത്ത് എല്ലാവരെയും പാസ്സാക്കി വിടുന്നത്. അത് വലിയ ഒരു തെറ്റായ രീതിയാണ്. മാർക്ക് ഉള്ളവൻ മാത്രം പാസ്സാവുക, അല്ലാത്തവൻ വീണ്ടും പഠിക്കുക. ആ രീതിയിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം രക്ഷപ്പെടും. ഇപ്പോൾ അങ്ങനെയല്ല, എഴുതുന്നവനൊക്കെ പാസ്സാവുന്നു. ആ നില അതൊന്ന് മാറണം, ആ നില മാറണം. ഓരോ ഗവൺമെൻറ്റും വരുമ്പോൾ പുതിയ ഇതിലേക്ക് പോവുകയാണ്, പെർസെൻറ്റേജിലേക്ക് പോവുകയാണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് 35, 32, 33ഒക്കെയാണ്. പിന്നെ അത് 40, 45, 50 അങ്ങനെ പോയി. അപ്പോൾ ബുദ്ധിപരമായ ഒരുക്കത്തെക്കുറിച്ചാണ് ഞാൻ ഈ നേരം വരെ നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഇത് 3 കൂട്ടരുടെ ഭാഗത്തു നിന്നാണ്. 1 വിദ്യാർത്ഥിയുടെ ഭാഗത്ത്, 2 മാതാപിതാക്കളുടെ പറയും, 3 അധ്യാപകൻ്റെ ഭാഗത്ത്. ഇത് 3ഉം വേണ്ടതുപോലെ പ്രാവർത്തികമാക്കിയാൽ വിദ്യാർത്ഥികളുടെ പരീക്ഷ വളരെ എളുപ്പമായിട്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്, ഈ ഒരുക്കം ശരിക്കും കതിരിന്മേൽ വളം വയ്ക്കുന്നത് പോലെയാണ്. ഒരു വാഴ നട്ടാൽ എല്ലാ മാസവും അതിന് വളം ചെയ്യണം. കൊല വന്നതിന് ശേഷവും ഒരു വളം ചെയ്യണം. നടുന്നതിന് മുമ്പ് അടിസ്ഥാന വളം വേണം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ മാസവും ഇടണം. അതുപോലെയാണ് 10 മാസമാണ് ഒരു വാഴയുടെ ലൈഫ്. ഏതാണ്ട് കുട്ടികൾക്ക് ഏകദേശം 10 മാസമാണ് സ്കൂളിൽ, 10 മാസം. അപ്പോൾ നടുന്നതിന് മുമ്പ് അടിസ്ഥാന വളം ഇടുന്നല്ലോ വാഴയ്ക്ക്. അതുതന്നെ ഇവിടെ എന്താ ചെയ്യുക, തൊട്ട് മുമ്പുള്ള 2 മാസത്തെ വെക്കേഷൻ, അതിന് ഫൗണ്ടേഷനായിട്ട് എന്തെങ്കിലും അവർക്ക് കൊടുക്കണം. ഫൗണ്ടേഷനായിട്ട് എന്തെങ്കിലും കൊടുക്കുക, അതാണൊന്ന്. പക്ഷേ ആ ഫൗണ്ടേഷനൊന്നുമില്ല. ഇപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വെക്കേഷൻ കാലഘട്ടത്തിൽ തിമിർത്ത് നടക്കുക, അടിപൊളിയായിട്ട് നടക്കുക, പഠനത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ. അതിന് പകരം ഒരു വാഴ വയ്ക്കുന്ന അത്ര ശ്രദ്ധ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. വാഴ വയ്ക്കുന്ന ശ്രദ്ധ പോലും. അപ്പോൾ ആ അടിസ്ഥാന വളം ജൂൺ മാസത്തിന് മുമ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ജൂണിൽ, ജൂലൈയിൽ, ഓഗസ്റ്റ്, അങ്ങനെ ഓരോ മാസവും ഇടണം. അവസാനം കതിര് വരുമ്പോൾ ആ സമയത്ത് വളം അതും ഇട്ട് കൊടുക്കണം. ഇത്രയും നമ്മൾ ചെയ്യുന്നുവെങ്കിലാണ് നമ്മളുടെ ചുമതല
നമ്മൾ നിർവഹിക്കുന്നുള്ളൂ എന്ന് പറയാൻ കഴിയുള്ളൂ. അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ട ആധ്യാത്മികമായ ഒരുക്കവും പരീക്ഷ ദിവസം വേണ്ടതുമായ ഒരുക്കവുമാണ്. പരീക്ഷാ ദിവസം, അതിൻ്റെ തലേ ദിവസം, പരീക്ഷയുടെ അന്ന്, പരീക്ഷാ കാലഘട്ടത്തിൽ, ആ ദിവസങ്ങളിൽ, പരീക്ഷ കഴിഞ്ഞ്, അതൊക്കെ കൂടി അടുത്ത ഒരു എപ്പിസോഡിൽ. അതിനു മുമ്പായിട്ട് ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പല കുട്ടികൾക്കും ഇന്ന് പഠിച്ചത് നാളെ എഴുതാൻ പറ്റണില്ല. ഇന്ന് രാവിലെ എൻ്റെ അടുത്തൊരു കുട്ടി വന്ന് പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം ബയോളജിയാണ്. കാരണം ഞാൻ ഇന്ന് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് എഴുതിയാൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് അത് എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടണില്ല. എന്ത് ചെയ്യണം? ഇതായിരുന്നു ആ കുട്ടിയുടെ വിഷമം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഒരു ട്രെയിനിങ് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ കുട്ടിക്ക് പരീക്ഷ മെയ് 7-ാം തീയതിയാണ്. ഇഷ്ടംപോലെ സമയമുണ്ട്. മെയ് 7-നേ ഉള്ളൂ, നീറ്റ് പരീക്ഷയാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് ഒരു ലെസൺ വായിക്കുക, ആൻഡ് ലീവ് ഇറ്റ് ദെയർ. നാളെ അതൊന്ന് ഓർത്ത് നോക്കുക. പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷനാണ് ഞാനീ പറയുന്നത്, ബൗദ്ധികമായ പ്രിപ്പറേഷനാണ്. കിട്ടുന്നുണ്ടോ, ഓർത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ കിട്ടണുണ്ടാവില്ല, ഭയപ്പെടണ്ട. വീണ്ടും ഇന്നതൊന്ന് വായിച്ചിട്ട് നാളെ വീണ്ടും ഓർത്ത് നോക്കുക. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നുണ്ടാവും. ഒരാഴ്ച അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് വായിച്ചത് ഇന്ന് രാവിലെ വായിച്ചോളൂ. നാളെ രാവിലെ 24 hours കഴിഞ്ഞിട്ട് എന്ത് ബാക്കിയുണ്ട് തലയ്ക്കകത്ത് അതൊന്ന് നോക്കുക. ഒന്നും കാണുന്നില്ലെങ്കിൽ ഭയപ്പെടുകയൊന്നും വേണ്ട. പിന്നെ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? തുടർച്ചയായി ഒരു 10 ദിവസം ചെയ്യുക. അത് കഴിയുമ്പോൾ ഇന്ന് വായിച്ചത് മറ്റന്നാൾ വായിക്കുക, ഓർത്ത് നോക്കുക. അങ്ങനെ ഒരാഴ്ച പരീക്ഷിക്കുക. പിന്നെ 4-ാം ദിവസം, 5-ാം ദിവസം, ഒരാഴ്ച കഴിഞ്ഞ് ഈ രീതിയിലുള്ള ഒരു പരീക്ഷണം നടത്തി നോക്കൂ. തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് ഞാൻ പറയുകയുണ്ടായി. തുടർന്ന് അടുത്ത ദിവസം അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം.